അമ്മ എന്താ ചേച്ചി വരാത്തെ? എടി ഞാനും അതല്ലേ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്, എനിക്ക് അങ്ങനെ അറിയാം. വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ഇപ്പൊ വരാന്ന് പറഞ്ഞ് പോയിട്ടേ ഉച്ചയാകാൻ പോകുന്നു. എത്ര നേരായി. അടുത്ത ഞായറാഴ്ച എന്റെ ഹാപ്പി ബർത്ത്ഡേ. ഇതുവരെ ഉടുപ്പെടുത്തിട്ടില്ല. ആരും അത് അന്വേഷിക്കണ പോലും ഇല്ല. അതിനടുത്ത ഞായറാഴ്ചയല്ലേ, ഇനിയുണ്ടല്ലോ 3-4 ദിവസം. അയ്യോ, ചേച്ചിയുടെ ബർത്ത്ഡേ ആണെങ്കിൽ 1 മാസം മുമ്പേ ഉടുപ്പെടുത്ത് വെക്കുമല്ലോ. ഹാപ്പി ബർത്ത്ഡേ വലിയ കേക്ക് വേണം. അതിന് കേക്ക് ഉണ്ടോന്നൊന്നും അറിയില്ല. ഉടുപ്പ് പോലും എടുത്തിട്ടില്ല, അപ്പോഴാ കേക്ക്. മക്കളെ കാത്തിരുന്ന് മുഷിന്നോ? ഞങ്ങളാരും മുഷിനില്ല, പക്ഷെ നീതുമോള് നല്ലോണം മുഷിന്നു. അമ്മ മുട്ടായി പിടിച്ചോ? എനിക്ക് വേണം മുട്ടായി. മുട്ടായി കുണുക്കിയുടെ മുട്ടായിയുടെ കാര്യം ഒന്നും അമ്മ മറക്കില്ല. എന്താണ് നീതുമോളെ നിനക്ക് ഇത്ര പ്രശ്നം? എന്താ ഇത്ര ദേഷ്യം? അടുത്ത ഞായറാഴ്ച എന്റെ ഹാപ്പി ബർത്ത്ഡേ, എന്നിട്ട് അമ്മ ഒന്നും മേടിക്കുന്നില്ലല്ലോ. ഒരു ഡെക്കറേഷനോ ബലൂണോ കേക്കോ ഒന്നും ഓർഡർ ചെയ്തിട്ടില്ല. ഉടുപ്പ് പോലും മേടിച്ചിട്ടില്ല. അമ്മ പോയപ്പോ മുതൽ തുടങ്ങിയതാമ ഇവളീ ബഹളം. ചേച്ചിയുടെയും കുണുക്കിയുടെ ബർത്ത്ഡേ ഒക്കെ 2 ആഴ്ച മുമ്പ് ഇവിടെ ഡ്രസ്സ് എടുത്തില്ലേ? അതിനി 3 ദിവസം കൂടിയല്ലേ? വേണ്ട എനിക്കിനി ഒന്നും കേക്കണ്ട. നീതുനി പിണങ്ങി പോകുവാണോ? ഇതെന്താ നോക്കിയേ. എന്താ ഇത്? ഇത് നീതുമോളുടെ ബർത്ത്ഡേക്ക് ഇടാനുള്ള ഗൗണും പിന്നെ നമുക്ക് എല്ലാവർക്കും എടുത്ത ഡ്രസ്സും. എവിടെയും നോക്കട്ടെ. എല്ലാവർക്കും എടുത്തിട്ടുണ്ട്. കുണുക്കനും കുണുക്കിക്കും നിത്യക്കും നീതുവിനും അച്ഛനും അമ്മക്കും അച്ചാമ്മക്കും എല്ലാവർക്കും ഇതിനകത്ത് ഉടുപ്പുണ്ട്. എല്ലാരും പോയി ഇപ്പൊ തന്നെ ഇട്ടിട്ട് വന്നേ. പാകം അല്ലെങ്കിൽ ഇപ്പൊ തന്നെ എനിക്ക് കൊണ്ടുപോയി മാറണം. എന്താണ് ഉടുപ്പെടുക്കാൻ പോകുന്ന കാര്യം പറയാനേ? ഞങ്ങളും കൂടി വരില്ലേ? ഞാൻ പോയത് കൊണ്ട് 3 മണിക്കൂറിനുള്ളിൽ കാര്യം നടന്നു. നിങ്ങളെ കൊണ്ട് പോയാലോ? ഈ ദിവസം മുഴുവൻ നടന്നാലും നിങ്ങൾക്കൊന്നും ഇഷ്ടപ്പെടില്ല. ബർത്ത്ഡേ ആണെങ്കിൽ ഇനി 3 ദിവസം കൂടിയല്ലേ ഉള്ളൂ. എന്തായാലും ഉടുപ്പ് എല്ലാരും ഇട്ട് നോക്കിയിട്ട് വാ. അമ്മ എന്റെ ഉടുപ്പ് കറക്റ്റാ. എന്റെ ബർത്ത്ഡേ ഗൗൺ സൂപ്പർ, അടിപൊളി. പൊട്ട ഉടുപ്പോ? കുണിക്കെന്താ അങ്ങനെ പറയുന്നേ? കുണിക്കുമോളെ, ഇത് നീതുമോളുടെ ബർത്ത്ഡേ അല്ലേ? അതാ നീതുമോൾക്ക് മാത്രം വേറെ കളർ എടുത്തത്. അച്ഛനും അമ്മക്കൊക്കെ എടുത്തേക്കണ വെള്ളയാ. നമുക്ക് എല്ലാവർക്കും വെള്ള കളറ്, ചേച്ചിക്ക് ചുവപ്പ് കളർ പോരെ? അമ്മ കുണുക്കനും കുണുക്കിക്കും കൂടി എന്റെ കളർ എടുക്കായിരുന്നു. അപ്പൊ പിന്നെ നിത്യക്ക് മാത്രമായിട്ട് വേറെ കളർ വാങ്ങാൻ പറ്റുമോ? എങ്കിൽ പിന്നെ എല്ലാവർക്കും മാറ്റി റെഡ് തന്നെ വാങ്ങാം. അയ്യോ അത് വേണ്ട, എന്റെ ബർത്ത്ഡേ അല്ലേ, ഞാൻ മാത്രം വേറിട്ട് നിന്നാ മതി. കുണിക്ക് വെള്ള ഉടുപ്പ് വേണ്ടെങ്കിലേ കുണിക്ക് ബർത്ത്ഡേക്ക് വരണ്ട. അല്ലാണ്ട് എനിക്ക് ഒന്നും പറയാനില്ല. കൊച്ചാണെങ്കിൽ ഇത്തിരി കൂടുന്നുണ്ട്. എന്താ അമ്മ പാവ, എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നേ? അതൊക്കെ പോട്ടെ, അമ്മ എന്തിനാ അമ്മ കുറെ ഉടുപ്പെടുത്തേ? ഇനിയും ആ പാക്കറ്റിൽ 3-4 ഉടുപ്പ് കൂടി ഉണ്ടല്ലോ. അത് കേക്ക് മുറിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇടാനായിരിക്കും അല്ലേ? ആ ഉടുപ്പ് നിങ്ങൾക്ക് ആർക്കും അല്ല, അത് നിങ്ങൾക്ക് വേണ്ടി വാങ്ങിയതല്ല. പിന്നെ അത് ആർക്കാമേ? ആ ഉടുപ്പൊക്കെ ഇങ്ങോട്ട് എടുത്തേ. അമ്മ ഇപ്പൊ വരാൻ പോയിട്ട്. അമ്മ ഞങ്ങൾ കൂടി വന്നണ്ട. അമ്മ മാത്രം ഒറ്റയ്ക്ക് ഇത് എവിടേക്കായി പോകുന്നേ? അതെ അമ്മേ, കേക്കും ഡെക്കറേഷനൊക്കെ ഞങ്ങൾ കൂടി മേടിക്കാം. അയ്യോ കുറച്ച് ദൂരം പോകാനുണ്ട്. പിന്നെ പോണ വഴി കടയിലൊക്കെ കയറണം. അതാ നിങ്ങളോട് വരണ്ടെന്ന് പറഞ്ഞേ. എന്തായാലും ഓട്ടോറിക്ഷക്കല്ലേ പോകുന്നത്. എന്നാ നിങ്ങൾ 4 പേരും കൂടി വാ, അല്ലെങ്കിൽ നിങ്ങൾ വന്നിരിക്കേണ്ട സ്ഥലം. ഡ്രസ്സൊക്കെ മാറിയിട്ട് വാ, ഞാൻ ഓട്ടോറിക്ഷ വിളിച്ചിട്ട് വരാം. എന്നാ അത് കേക്ക് ബുക്ക് ചെയ്യാനായിരിക്കും. ഓട്ടോ ആ മെയിൻ റോഡിലേക്ക് മാറ്റി പാർക്ക് ചെയ്തോളൂ കേട്ടോ. ഞങ്ങൾ ഇപ്പൊ വരാം. ശരി ചേച്ചി. എന്താ അമ്മ ഇങ്ങോട്ട് വന്നത്? കുണിക്കുമോള് പറഞ്ഞത് ശരി. എന്തൊരു വൃത്തിയായിട്ട മണ ഇവിടെ. അതൊക്കെ ഉണ്ട്, പറയാം. നിങ്ങൾ നടക്ക്. നിങ്ങളൊക്കെ ആരാ? എന്താ ചേച്ചി ഇവരൊക്കെ ആരാ? നമ്മൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അതൊക്കെ പറയാം. മക്കളെ, ഞങ്ങൾ കുറച്ചങ്ങോട്ട് നീങ്ങി താമസിക്കുന്നതാ. നിങ്ങളുടെ അമ്മ എവിടെ? അമ്മ ഇവിടെ ഇല്ല ചേച്ചി. അമ്മ ചപ്പ് ചവറ് വരാൻ പോയി. ഞങ്ങളിത് വൃത്തിയാക്കുക. അമ്മ ഇപ്പൊ വരൂട്ടോ. ചൊക്കിമോൾ ഇവിടെ ഇരുന്ന് കളിച്ചോ. അയ്യോ മക്കളെ, ഞാൻ നിങ്ങളുടെ അമ്മയെ കാണാൻ വന്നതാ. അമ്മ ഇവിടെ ഇല്ലല്ലോ. ഒരുപാട് നേരം എനിക്ക് നിൽക്കാനും വയ്യ. എന്താ ചേച്ചി വന്നേ? അത് മക്കളെ, എന്റെ മോളുടെ ബർത്ത്ഡേ ആണ് ഞായറാഴ്ച. അവക്ക് ഉടുപ്പെടുത്തപ്പോ ഞാൻ നിങ്ങൾക്കും കൂടി കുറച്ച് ഉടുപ്പെടുത്തു. അതുകൊണ്ടും തരാൻ വന്നതാ. അയ്യോ ഉടുപ്പോ? നിങ്ങൾ ഇവിടെ താമസിക്കുന്ന കാര്യം ഞാൻ നേരത്തെ അറിഞ്ഞായിരുന്നു. എന്തെങ്കിലും സഹായം ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോഴാ പിറന്നാള് വന്നേ. ഉടുപ്പെടുത്തപ്പോ നിങ്ങൾക്കും കൂടി എടുത്തു. എവിടെ ചേച്ചി ഉടുപ്പ്? ഞങ്ങൾക്ക് തരുമോ? നിങ്ങൾക്ക് തരാനല്ലേ മക്കളെ കൊണ്ടുപോകുന്നത്. ദേ ഈ പെട്ടി നിറച്ചു ഉടുപ്പാ. നീതുമോളെ, അമ്മ ഇവർക്ക് വേണ്ടിയാണ് ഉടുപ്പ് വാങ്ങിയത്. പാവം കുട്ടികളല്ലേ ചേച്ചി. ആ കുഞ്ഞി കൊച്ചിനെ നോക്കിയേ. മക്കളെ, എനിക്കൊരു ആഗ്രഹമുണ്ട്. ഈ ഉടുപ്പിട്ട് നിങ്ങളെ ഒന്ന് കാണണമെന്ന്. നിങ്ങൾ അകത്ത് പോയി ഒന്ന് ഇട്ടിട്ട് വരാവോ? അത് പിന്നെ ഇട്ടാ പോരെ? പ്ലീസ് മക്കളെ, പാകമാണോ നോക്കണമല്ലോ, ഇല്ലെങ്കിൽ മാറ്റി വാങ്ങണം. ശരി, ഞങ്ങൾ ഇട്ടിട്ട് വരാം. കുണിക്കുമോളെ, കുണുക്ക, ഇവരുടെ വീടൊക്കെ കണ്ടില്ലേ? ഇവര് പാവങ്ങളാ. ഇവർക്ക് ഫുഡ് കഴിക്കാൻ ഒന്നുമില്ല. പാലില്ല, മുട്ടയില്ല, ചോക്ലേറ്റ് ഇല്ല, ഉടുപ്പ് പോലും ഇല്ല, കിടക്കാൻ മര്യാദക്ക് സ്ഥലം പോലും ഇല്ല. അയ്യോ പാവല്ലേ. കണ്ടില്ലേ, നിങ്ങൾ വീട്ടിലെ സോഫയിൽ ഫാനൊക്കെ ഇട്ടിരിക്കുമ്പോ ആ കുട്ടികൾ ചപ്പുചവറിന്റെ കൂടെ ഇരിക്കുന്നതും കളിക്കുന്നതും കിടക്കുന്നതും എല്ലാം. അവര് മനസ്സരിച്ച് ഇവിടെ ഇരിക്കുന്നതേ അവരുടെ ഗതികേട് കൊണ്ടാ.
കുറച്ചും കൂടി വലുതാവുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അവരുടെ കയ്യിൽ കാശില്ല, അവർക്ക് അച്ഛനും ഇല്ല. നമ്മളെല്ലാം അച്ഛനോട് പറയുമ്പോഴല്ലേ മേടിച്ചോണ്ട് വരണേ, അതുകൊണ്ട് അവർക്ക് ഇങ്ങനെയൊക്കെ വന്നേ. അതാ കുറെ ഉടുപ്പ് മേടിക്കാറുണ്ട്. തൽക്കാലം അമ്മ 3-4 ഉടുപ്പ് മേടിച്ചിട്ടുണ്ട്, ഇനി നമുക്ക് മേടിച്ചു കൊടുക്കാമല്ലോ. അമ്മ ഉടുപ്പ് മാത്രമേ മേടിച്ചുള്ളൂ, ആ കുട്ടികൾക്ക് കഴിക്കാനും കൂടി എന്തെങ്കിലും കൊടുക്കായിരുന്നു. മോളെ, ആ ബാഗിൽ അവർക്ക് കഴിക്കാനുള്ളതും അത്യാവശ്യം അടുക്കളയിലേക്ക് വേണ്ട സാധനങ്ങളും കൂടിയുണ്ട്. നിങ്ങൾ ഇത് കണ്ടോ മക്കളെ, ആ ഇളയ കുട്ടിയുടെ കളിപ്പാട്ടായത്, പൊട്ടിയ ചെരുപ്പ്. നിങ്ങൾക്ക് കളിക്കാൻ എന്തോരം കളിപ്പാട്ടാണല്ലേ, പാവകള്, വണ്ടികള്, എന്തോരം തരത്തിലുള്ള ഗെയിംസും കാര്യങ്ങളൊക്കെയാ. പക്ഷെ ഇവർക്ക് അങ്ങനെ ഒന്നുമില്ല, അവരാരോടും പരാതി പറയാറുമില്ല. അവരോട് എൻ്റെ ബർത്ത്ഡേക്ക് വരാൻ പറയണം, അവർക്ക് വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കണം. അതിനു വേണ്ടിയാ മോളെ ഞാനവരുടെ അമ്മേനെ അന്വേഷിച്ചത്. അമ്മ ഇവിടെ ഇല്ലല്ലോ, നമുക്ക് വേറെ ദിവസം വന്ന് വിളിക്കാം. അമ്മ അവർ ഉടുപ്പിട്ട് വന്നു. മക്കളെ ഇഷ്ടായോ? ഒത്തിരി ഇഷ്ടായി ചേച്ചി. ആദ്യമായിട്ടാ ഞങ്ങൾ ഇത്രയും നല്ല ഉടുപ്പ് ഇടുന്നേ. കുഞ്ഞാൾക്ക് ഉടുപ്പ് ഇഷ്ടായോ? ഇഷ്ടായി. ആ ബാഗിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്, കഴിക്കാനുള്ളതൊക്കെ എടുത്ത് കഴിക്കണേ. നിങ്ങളുടെ അമ്മ വരുമ്പോ പറഞ്ഞാ മതി. ഞായറാഴ്ച ഞങ്ങളുടെ വീട്ടിൽ വരണം കേട്ടോ. പക്ഷെ വഴി അറിയില്ലല്ലോ, അമ്മേനെ കാണാൻ ഞാൻ വേറൊരു ദിവസം കൂടി വരാം. അയ്യോ, എന്തിനാ മോളെ കരയുന്നേ? ഞങ്ങളെ ആർക്കും ഇഷ്ടമല്ല ചേച്ചി. ഞങ്ങൾ അടുത്ത് വരുമ്പോ തന്നെ എല്ലാരും ഞങ്ങളെ ആട്ടി ഓടിക്കും, ഭയങ്കര മണന്നൊക്കെ പറയും, പിച്ചക്കാരെന്നൊക്കെ വിളിക്കും. പക്ഷെ ചേച്ചി അങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ, ഞങ്ങൾക്ക് ഉടുപ്പൊക്കെ വാങ്ങി തന്നില്ലേ, അത് ഓർത്തിട്ടാ സങ്കടം വന്നേ. കരയില്ലേ മോളെ? മോള് കരയണം കണ്ടിട്ട് അനിയത്തി കരയുന്ന കണ്ടില്ലേ? എന്റെ അനിയത്തി ഇന്ന് വരെ ബിസ്ക്കറ്റ് ഒന്നും കഴിച്ചിട്ടില്ല. റോട്ടില് ഏതോ പിള്ളേര് ബിസ്ക്കറ്റ് തിന്നോണ്ട് പോയപ്പോ അവക്ക് കൊതി വന്നു. പക്ഷെ മേടിക്കാൻ അമ്മയുടെ കയ്യിൽ കാശില്ലായിരുന്നു. ചേച്ചി കൊണ്ടുവന്ന കവറിൽ ബിസ്ക്കറ്റ് ഒക്കെ ഉണ്ടല്ലോ, ഞാൻ അവക്ക് കൊടുത്തോളാം. പോട്ടെ സാരിയില്ല, ആന്റി ഇടക്കിടക്ക് വന്ന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിത്തരാം, വിഷമിക്കല്ലേ. അയ്യേ, ഞങ്ങളെ തൊടണ്ടാട്ടോ, അപ്പിടി അഴുക്ക. അതൊന്നും സാരിയില്ല. എന്താ മോളുടെ പേര്? എന്റെ പേര് വല്ലീന്ന, ഇവളുടെ പേര് ചൊക്കി. ചൊക്കിമോക്ക് കളിക്കാൻ ഒന്നുമില്ലാത്ത കാര്യം ആന്റി ഓർത്തില്ല കേട്ടോ, അതാ ഒന്നും മേടിച്ചോണ്ട് വരാനേ. ഇനി ഈ ചെരുപ്പൊന്നും എടുത്ത് കളിക്കണ്ട, ആന്റി നിറയെ കളിപ്പാട്ടം കൊണ്ടുവന്ന് തരാട്ടോ. ചൊക്കി കടയുണ്ട്, എന്റെ പാവ എടുത്തോ. എനിക്ക് ഇഷ്ടമുള്ള പാവ നല്ലോണം നോക്കണേ, ഞാൻ നോക്കിക്കോളാം. പാവ എന്തായാലും ചൊക്കിമോൾ എടുത്തോട്ടോ, കുണിക്കുമോള് തന്നതല്ലേ. ഇനി വരുമ്പോ വേറെ കുറെ പാവയിട്ട് വരാട്ടോ. അതെ, എന്റെ കാറ് കൊടുത്തേക്ക്. കുണുക്കന്റെ കാറ് വീട്ടിരിക്കുമല്ലേ, നമ്മ എടുത്തില്ലല്ലോ, ഇനി വരുമ്പോ കൊടുക്കാട്ടോ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ മക്കളെ, അമ്മേനെ വിളിക്കാനായിട്ട് നാളെ വരാട്ടോ. പോവാ ചൊക്കി, എന്റെ പാവ നോക്കിക്കോളേ. വാ കുണുക്കി, നമുക്കിപ്പൊ പോകാം.